അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാറിലെ സെക്കൻഡ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഇത് നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ. ഇത് രാവിലെ ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ. രാവിലെ എല്ലാവരും കട്ടനിട്ട് കുടിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടെ നോക്കി ഒരു ഹായ് പറയൂ. മോർണിംഗ്. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂവാണ്. രാവിലെ വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. ഇന്നലെ രാത്രിയിൽ കാറ്റുള്ളപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നേ. ഇപ്പം നല്ലൊരു ചൂടുമില്ല തണുപ്പില്ലാത്തൊരു കാലാവസ്ഥയാണ്. നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങുക കേട്ടോ. എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് രസമുള്ള സ്ഥലം അടിപൊളി തന്നെ കേട്ടോ. ഇതായിരുന്നു നമ്മൾ താമസിച്ച സ്ഥലം. ഇവിടുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് ഇരുന്നുണ്ട്. അയ്യോ ഇങ്ങനെ കാറ്റുള്ളപ്പോൾ ഇത്രയും ചെടികൾ എനിക്കിത് ഓ ഇപ്പൊ ഇന്നലെ രാത്രി നമ്മൾ ഇവിടേക്ക് ഇരുന്ന അടിച്ച് പൊളിച്ചായിരുന്നു കേട്ടോ. നല്ല സുഖമായിരുന്നു കേട്ടോ ഇവിടുത്തെ ആ ഒരു സമയം. പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ വൈകുന്നേരം ഒരുപാട് നേരം ഇവിടെ ഇരുന്നു. എന്നിട്ടാണ് ഉറങ്ങാൻ പോയത്. അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇതാണ് ഹോട്ടൽ. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഇവിടെയാണ് അവർ നമുക്ക് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് റൂം എടുക്കുമ്പോൾ സ്വിച്ച് ചെയ്തോ. നമുക്ക് അപ്പം കടലക്കറി ആദ്യം കൊണ്ടു തന്നു. അതിന് ശേഷം ഇത് ബ്രെഡ്, ബട്ടർ, ജാം, ചായ, ബൂസ്റ്റ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മൊത്തത്തിൽ നമ്മൾ റൂമെടുത്ത സ്ഥലം സെറ്റായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ടും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവരിവിടെ ഫോട്ടോഷൂട്ടിലാണ്. ഞങ്ങൾ താക്കോലും എടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്നും വിട പറയുകയാണ്. നമ്മുടെ ഇവിടുന്ന് രാവിലെ തന്നെ ഇറങ്ങുകയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അടിപൊളി സെറ്റായിരുന്നു കേട്ടോ. സൂപ്പർ. നല്ല രാവിലെ നല്ല തണുപ്പുണ്ട്. ടാറ്റാ. അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയത് തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ അടുത്തെത്തി. അടിപൊളി സീനറി. അങ്ങനെ നമ്മൾ മറയൂർ ശർക്കര ഫാക്ടറിയിലെത്തിട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും നല്ല ആളുകളുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒന്നിച്ച് വന്ന ബസ്സിനൊക്കെ വന്ന ആൾക്കാരായിരുന്നു എന്ന് തോന്നുന്നു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഫ്രണ്ട് ഇത് നമ്മൾ കയറി ചെന്നപ്പോൾ കാണുന്നത് ഇതാണ് കേട്ടോ. വലിയൊരു ചെമ്പിനകത്ത് ഇങ്ങനെ ഈ ശർക്കര ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ 3 പേര് ശർക്കര ഉണ്ടാക്കിയത് ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫാക്ടറി എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ എന്തോ സംഭവമായിരിക്കും വിചാരിച്ചേട്ടാ വന്നേ. പക്ഷേ ഇത് നോക്ക്, ശർക്കരയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് കണ്ടിട്ടില്ല കേട്ടോ. ഇത് ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് ഫാക്ടറികളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ വന്നപ്പോൾ ഭയങ്കര കാറ്റുണ്ടായിരുന്നു. നമുക്ക് ശർക്കര ടേസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കുറേശ്ശെ അതൊക്കെ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. ഈ കാണുന്നതാണ് ഇവർ ഇങ്ങനെ ഇരുന്ന് ഉരുട്ടിയിടുന്ന
ചൂടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ചൂടുണ്ടായിട്ടാണോ എന്താണോ ഒരു കൈ വെള്ളത്തിൽ മുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾ ഇങ്ങോട്ട് മാറി ഫ്രണ്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ജ്യൂസ് ഉണ്ടാക്കുന്ന കേട്ടോ, കരിമ്പിൻ ജ്യൂസ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇതിന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ ഒരു പോണ വഴി ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി കൃഷി ചെയ്തേക്കണേ കേട്ടോ ഈ കാണുന്നത് വെളുത്തുള്ളി കൃഷി. നല്ല കാറ്റ്, നല്ല കാറ്റ്. ഇത് ബീൻസ് കൃഷി. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അറിയുന്ന വണ്ടി അങ്ങോട്ടേക്ക് പോകില്ല, കുറേ നടക്കണമെന്ന്. അപ്പോൾ ജീപ്പിലാണ് മിക്കവരും പോകുന്നത്. അപ്പോൾ ജീപ്പാണെങ്കിൽ തന്നെ കുറച്ചകലെ അവിടം വരെയുള്ളൂ, കുറച്ച് ഇടയുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ നടക്കണമെന്ന് പറഞ്ഞു. ഇത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങളിങ്ങനെ നടന്നു കേട്ടോ. നല്ല കാടിൻ്റെ നടുവിലൂടെ ഇതുപോലുള്ള വഴി കേട്ടോ. ഇതിങ്ങനെ ഈസി ആയിട്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നുണ്ട്. എങ്ങനെ കയറി വരുമെന്ന് അറിയാൻ പാടില്ലായിരുന്നു, ചിന്തിച്ചില്ല കേട്ടോ ഇതിനെക്കുറിച്ച്. ഭയങ്കര കാറ്റും. കുറേ നടന്ന് ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനാണ് അറിയുന്നത് വലിയ വെള്ളമൊന്നുമില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്പോട്ട് കണ്ടപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന് തിരിച്ച് പിന്നെയും തിരിച്ച് നടന്നു കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങിയ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ മേളിലോട്ട് കയറാനായിട്ട്. എല്ലാവർക്കും ശ്വാസം മുട്ടി അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് നോക്കിയാൽ വെറുതെ. പക്ഷേ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഇടത്തേക്ക് നമ്മളിങ്ങനെ നടക്കാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് ഇഷ്ടപ്പെട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇച്ചിരി കഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ മേളിലെത്തി. ഇവിടെ ആനയൊക്കെ വന്ന് പോയ സിഗ്നലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ആപ്പിൾ തോട്ടം കാണാനായിട്ട് പോകുന്നു. ആപ്പിൾ തോട്ടത്തിൽ വന്നപ്പോഴാണ് ഇവിടെ ഓഫ് സീസൺ ആയതുകൊണ്ട് ആപ്പിളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും സാബർജില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അത് കാണാമെന്നും പറഞ്ഞിട്ട് അകത്ത് കയറി. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു കൂട്ടരുണ്ടായിരുന്നു, വെയിറ്റ് ചെയ്യേണ്ട വന്നു. പിന്നീട് നമ്മളൊരു ചേച്ചി വന്ന് അകത്തേക്ക് കൊണ്ടുപോയിട്ടോ. അപ്പോൾ നമ്മൾ ആപ്പിൾ സബർജില്ലിൻ്റെ തോട്ടത്തിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അത് ആപ്പിളല്ല മോനെ, അത് ബബ്ലൂസ് നാരങ്ങയാണ്. അത് ബബ്ലൂസ്. ഇത് സബർജില്ല്. ആപ്പിള് അവിടെ അങ്ങനെ കാണുമ്പോ ഇവിടെ പാസ് ഉണ്ട് കേട്ടോ. ഇവിടെ 20 രൂപ ഒരാൾക്ക് പാസ് ഉണ്ട്. നമ്മളപ്പോൾ അത് കൊടുക്കാൻ നിൽക്കുകയാണ്. ഇതിൽ കൂടെ ഇറങ്ങി പോയിരിക്കും. സമയത്താട്ടോ ഞാൻ ഈ റോസ കണ്ട് നല്ല ഭംഗി നിറച്ചുണ്ടായിട്ടുണ്ടായിരുന്നേ. നമ്മൾ ആപ്പിൾ തോട്ടത്തിൽ വന്നേക്കോട്ടെ. ആപ്പിൾ അധികം ഇല്ല, പക്ഷേ സബർജില്ല് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സബർജില്ല് ആപ്പിളൊക്കെ കാണാം. സപ്പോർട്ടിക്കായൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ചേച്ചി നമ്മളെ കാണിക്കാനായിട്ട് കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിറച്ച് ഓരോ കൃഷികളാണ്. കുറേ സാധനങ്ങളൊക്കെ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളകും തക്കാളിയും. ഇത് പ്ലം മരമാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ സീസൺ കഴിഞ്ഞാണ്ട് പ്ലം ഇല്ല കേട്ടോ. വൈറ്റ് സ്പോട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിലേക്കൂടെയൊക്കെ നടക്കാൻ നല്ല രസമുണ്ട്. ചെറിയ കാറ്റുണ്ട്. അതെ, ഇത് ഓറഞ്ച്. ഓറഞ്ച് എല്ലാം ഓഫ് സീസൺ ആയതുകൊണ്ട് ഒന്നിലും ഇല്ല കേട്ടോ. സീസൺ അല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ല. മരം മാത്രം നമുക്ക് കാണാം. ഇത് സബർജില്ല എപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഓറഞ്ച് ആട്ടോ ഈ കാണുന്ന മൊത്തം. നിറച്ച് പൂക്കളും ഉണ്ട് കേട്ടോ. ഈ പൂക്കൾ കാണാൻ, പൂ കാണാൻ എന്നെ രസം. മോസമ്പി. ആപ്പിള് കെട്ടി വെച്ചേക്കാട്ടാ. ആപ്പിള് ഇതാണ് ആപ്പിള്. ആപ്പിൾ ഉണ്ടായി വരുന്നുള്ളൂ. അതിന് കളറായിട്ടുണ്ട്. ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്. ഡാലിയ എന്ത് ഭംഗിയാ, നിറച്ച് പോകുന്നുണ്ട് കേട്ടോ. മരത്തക്കാളി. ഓറഞ്ച്. ഓറഞ്ച് തൈ കിടക്കണ്ട കേട്ടോ. ഓറഞ്ചുണ്ട്. പൂക്കളാട്ടോ ഇതിൻ്റെ. നല്ല രസമുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ നിറച്ച് പൂക്കൾ. പ്ലമ്മാണ് കേട്ടോ. ഇത് പ്ലമ്മിൻ്റെ മരം. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുത്തെ എനിക്ക് ഫ്രൂട്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ട
ഇതാട്ടോ പൂക്കളാണ്, നല്ല പൂക്കളുണ്ട്, ഇഷ്ടംപോലെ പൂക്കൾ. ഇത് ഓറഞ്ച് പൂക്കളാണ് ഇവിടെ കൂടുതൽ. നല്ല രസമുണ്ട്, എനിക്ക് പൂക്കൾ ഭയങ്കര ഇഷ്ടമാട്ടോ. ഒരുപാട് പൂക്കളുണ്ട് ഇവിടെ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. വെയിലുണ്ടെങ്കിലും ചെറിയ കാറ്റാട്ടോ, ആ കാറ്റത്ത് നല്ല സുഖമുണ്ട് നടക്കാൻ. നിറച്ചുണ്ടായി കിടക്കണ്ട കേട്ടോ. സബർജില് മാത്രമേ ഉള്ളൂ അധികം, ബാക്കിയെല്ലാം കുറേച്ചേ ഉള്ളൂ. നമ്മൾ ഊണ് കഴിക്കാനായിട്ട് ഒരു വീട്ടിലെ ഊണിലേക്കാട്ടോ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മളിങ്ങനെ കയറി വന്നപ്പോഴാട്ടോ ഒരു ചേച്ചി നമ്മളിങ്ങനെ വിളിച്ച് കേട്ടിരുന്നു. ഇവിടെ മട്ട റൈസ് ഇട്ടോ. മുട്ടയില്ല മുട്ട ഹിന്ദിയിലെ അവിടെ മുട്ട. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, സൂപ്പർ ഫുഡായിരുന്നു. എങ്ങനെ ഒരു വീട്ടിലാണ് കയറിയത്. അടിപൊളിയായിരുന്നു കേട്ടോ. ഒക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചങ്ങ് പോയപ്പോൾ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ. അപ്പം മഴയുള്ളതുകൊണ്ട് അധികം നേരമൊന്നും അവിടെ നിന്നില്ല, പക്ഷെ നല്ല ഭംഗിയുള്ളതുകൊണ്ട് കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് നമ്മൾ കണ്ടിട്ട് പോന്നു കേട്ടോ. പോന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചായക്കട കണ്ടു. ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാൻ കയറി കേട്ടോ. നല്ല വൈബുള്ള സ്ഥലം. ഈ തണുപ്പത്ത് ചെറിയ തണുപ്പ്, ചെറിയ കാറ്റും ചെറിയൊരു പൊടിമഴയൊക്കെ ഉള്ളപ്പോൾ ഇതുപോലുള്ള സ്ഥലത്തിരുന്ന് ചായ കുടിക്കുക സൂപ്പറാണല്ലേ. നല്ല കാറ്റാണ്, നല്ല അടിപൊളി കാറ്റാണ് ഗൈസ്. ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്. വെട്ടിമുടി ഇപ്പം ചായക്കടയിലേക്ക് ഇരിക്കുകയാണ്. അപ്പൊ ഗൈസ് നമ്മൾ മൂന്നാറിനോട് ബൈ ബൈ പറയുകയാണ്. ഇതോടുകൂടി നമ്മുടെ മൂന്നാർ ട്രിപ്പ് അവസാനിക്കുകയാണ്. നമ്മളെല്ലാം അടിച്ചു പൊളിച്ച് മൂന്നാറൊക്കെ കറങ്ങി. പിന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ